ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എല്ലാവരും അന്വേഷിച്ചിട്ടുണ്ടാവും എൻ്റെ ലാസ്റ്റ് എപ്പിസോഡിൽ ഫ്ലഫി എവിടെയായിരുന്നു. ഫ്ലഫി പറയൂ, എവിടെയായിരുന്നു? ഷാരി ഗൈസ്, ഞാൻ ലാസ്റ്റ് ടൈം എൻ്റെ ഫ്രണ്ട് കെന്നിയുടെ കൂടെ ഒരു പ്ലേ ഡേറ്റ് ആയിട്ടു. ഇവൾക്ക് കെന്നിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നുണ്ടാക്കുന്ന അത് മാറ്റിയിട്ട് ഇന്നുണ്ടാക്കുന്ന റെസിപ്പിനെ കുറിച്ച് ഞാൻ പറയാം. ഇന്നുണ്ടാക്കുന്നത് ഒരു റസ്ക് ന്യൂട്ടല്ല. ഈ ബ്രെഡ് ന്യൂട്ടല്ല പറയണ പോലെ നമ്മുടെ അടുത്ത് ബ്രെഡ് ഇല്ലെങ്കിൽ നമ്മൾ റസ്ക് വെച്ചിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ ഡിസ്കവർ ചെയ്ത്, ഇത് ബാക്കി ആരൊന്നും ഡിസ്കവർ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ കഥ ഞാനിപ്പോൾ പറഞ്ഞത് കുഞ്ഞു ഷോർട്ട് സ്റ്റോറിയാണ്. ഇന്ന് ഞങ്ങളുടെ വീട്ടില് ബിരിയാണി ആയിരുന്നു. അപ്പൊ എപ്പോഴും ബിരിയാണി ആണെങ്കിൽ അമ്മ ഇന്ന് ഡെസേർട്ട് വേണമെങ്കിലും ഉണ്ടാക്കും. ഗുലാബ് ജാമുൻ, രസമലായി, പായസം. പക്ഷെ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇന്ന് വീട്ടിലില്ലായിരുന്നു. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ വല്ല ഡെസേർട്ട് ഉണ്ടോ? ഞാൻ ചോദിച്ചു. അമ്മ പറഞ്ഞു ഇല്ല. ഞാൻ സങ്കടപ്പെട്ട് അവിടെ ഒരു മൂവി ഉണ്ടായിരുന്നു. അപ്പൊ ആ മൂവി എന്നെ ഡിസ്ട്രാക്ട് ചെയ്തു. എന്നിട്ട് അമ്മ ഇങ്ങനെ നോക്കി, ഐഡിയ എന്ന് പറഞ്ഞിട്ട് അമ്മ ഈ ന്യൂട്ടല്ലയും റസ്കും പിന്നെ നമ്മുടെ ആൽമണ്ട്സ് വെച്ചിട്ട് കമ്പൈൻ ചെയ്തിട്ട് എനിക്കൊരു യമ്മി ഡെസേർട്ട് തന്നു. സോ ഇതൊരു ക്വിക്ക് 2 minutes റെസിപ്പിയാണ്, 2 minutes or less റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ട് ഞാൻ തുടങ്ങാം. ഓക്കെ, സോ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ലക്കി ചാം സീരിയൽ. ഇതിൽ മാർഷ്മെല്ലോസ് ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് മാംഗോ ചങ്ക്സ് ആണ്. ഏത് മാംഗോ വേണമെങ്കിലും എടുക്കാം. ഇത് നമ്മുടെ ഗ്രൈൻഡഡ് കാഷ്യൂ. നമ്മൾ കാഷ്യൂ മിക്സറിൽ ഇട്ടിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് കാഷ്യൂ പൗഡർ ആക്കി. എന്നിട്ട് നമ്മുടെ ആൽമണ്ട് ബൈറ്റ്സ് ഇങ്ങനെ ഷേപ്സിലൊക്കെ ഇരിക്കും. പിന്നെ നെക്സ്റ്റ് നമ്മുടെ സ്ലൈസ് സ്ട്രോബെറീസ്. പിന്നെ നമ്മുടെ ന്യൂട്ടല്ല, അത് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് എത്ര റസ്ക് വേണമെങ്കിലും ഞാൻ 3 എടുത്തിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം ഇത് റസ്ക് ഇങ്ങനെ വെക്കുക. നമ്മുടെ ന്യൂട്ടല്ല റസ്ക്. ഇത് മൂർച്ചയില്ലാത്ത കത്തിയാണ്, അതുകൊണ്ട് കുട്ടികൾക്ക് ഈ കത്തികൾ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. അയ്യോ, നമ്മൾ ഈ ബ്രെഡ് അത്രയും ഇങ്ങനത്തെ റസ്ക് ക്രഞ്ചിയാണ്. അതുകൊണ്ട് ബ്രെഡ് ഇത്രയും ക്രഞ്ചി ഒന്നുമല്ല. അതുകൊണ്ട് റസ്ക് ന്യൂട്ടല്ല ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. എല്ലായിടത്തും കിട്ടുന്നൊന്നുമില്ല. ഞാൻ പെർഫെക്റ്റ് ആണെന്നൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ആക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിങ്സ് ഇടാം. ഞാൻ ഹാഫ് ആണ് ഇടാൻ പോണേ. ഇത് 2 ഹാഫ്, ഇത് 2 ഹാഫ്, അത് 2 ഹാഫ്. അപ്പൊ ഞാൻ ഇത് 2 ഹാഫ്, ഇത് ഹാഫ് ഈ സൈഡിൽ വയ്ക്കാം. ഞാൻ 2-3 മാർഷ്മെല്ലോസ് ഇട്ടിട്ട് ഞാൻ അതിൻ്റെ ടേസ്റ്റ് പോകും. ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, മതി. ഇനി നമ്മുടെ നെക്സ്റ്റ് ഹാഫ് നമ്മുടെ മാംഗോ ചങ്ക്സ് ആയിരിക്കും. ഈ മാംഗോ നല്ലതാണ്, നല്ല സ്വീറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഇത് കഴിച്ചാൽ നല്ല സ്വീറ്റാണ്. പുളിയുള്ള മാംഗോസ് ആണെങ്കിൽ പുളി ഇല്ലാത്തത് വാങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുളി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പുളിയുള്ള മാംഗോസ് വെച്ചിട്ട് ഇത് ട്രൈ ചെയ്യാം. ഇത് ഇത്രയും കൂടി വെക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തത് എടുക്കാം. അപ്പോൾ നമുക്ക് ഇത് 2 ഹാപ്പി ആയല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ റസ്ക് ഉണ്ടാക്കി വിത്ത് അതർ ടോപ്പിങ്സ്. രണ്ടാമത്തത് നമ്മുടെ കാഷ്യൂ പൗഡറും ആൽമണ്ട് ബൈറ്റ്സും, പിന്നെ മൂന്നാമത്തത് നമ്മുടെ സ്ട്രോബെറീസും, പിന്നെ നമ്മുടെ ലക്കി ചാംസും. ഞാൻ അതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷുവർലി വീട്ടിൽ ട്രൈ ചെയ്യുക. ഇത് ഒരു 2 minutes or less സ്നാക്കാണിത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് വെച്ച് ട്രൈ ചെയ്യുക. സോ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.